വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോണത് എൻ്റെ ഒരു കുഞ്ഞ് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോയും പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു കുഞ്ഞ് ലഞ്ചും ഡിന്നറും. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നോക്കാം. ഞാനിന്ന് ചെയ്യുന്നത് ഒരു അവക്കാഡോ ബ്രെഡ് ടോസ്റ്റാണ്. അതിനായിട്ട് ഞാൻ 3 സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അവക്കാഡോ ഞാൻ സ്കൂപ്പ് ചെയ്തെടുത്ത് ആ ഒരു മിക്സിലോട്ട് ഇടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 എഗ്ഗിൻ്റെ യെല്ലോയും വൈറ്റും എടുക്കുന്നുണ്ട്. അതും കൂടെ ചോപ്പ് ചെയ്ത് എൻ്റെ ആ ഒരു മിക്സിലേക്ക് ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നാരങ്ങയുടെ നീര്, ആവശ്യത്തിന് കുറച്ച് മതി, ഒരു സ്പൂൺ അടുപ്പിച്ച് നാരങ്ങ നീര് അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക്, ഇത്ര എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ. നമ്മൾക്ക് അവക്കാഡോ കൂടുതലും കുട്ടികൾക്ക് അവക്കാഡോ ഒക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ ഷുഗറൊക്കെ ഇട്ട് അൺഹെൽത്തി ആയിട്ടല്ലേ അത് കഴിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റും ആവും, കുട്ടികൾ കഴിക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ബ്രെഡ് എടുക്കുന്നുണ്ട്. ബ്രെഡ് നമ്മുടെ എയർ ഫ്രയറിൽ വെച്ചിട്ട് ഞാനൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുവാണേ. ഇതിനകത്ത് നമുക്ക് ബ്രെഡിനകത്ത് എയർ ഫ്രയറിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഇത് നെയ്യോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത്, ബട്ടറോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നെയ്യൊന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് ബ്രെഡ് എടുത്ത് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. എയർ ഫ്രയറിൽ ചെറിയ ടെമ്പറേച്ചറും അതുപോലെ തന്നെ ഒരു 10 മിനിറ്റ്സ് വേണ്ട, 5 മിനിറ്റ്സൊക്കെ മതിയാവും, അത്ര തന്നെ വേണ്ട ടൈം. ഓക്കെ, അപ്പം നല്ല ക്രിസ്പി ടൈപ്പായിട്ടാണ് ഞാനിപ്പം ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ആ ടോസ്റ്റ് ചെയ്ത ബ്രെഡിനകത്തോട്ട് നമ്മൾ വെച്ചിട്ടുള്ള അവക്കാഡോയുടെ ആ മിക്സ്ചർ ഉണ്ടല്ലോ, നമ്മുടെ ഉള്ളിയും നാരങ്ങാനീരും എഗ്ഗും അതുപോലെ തന്നെ മല്ലിയിലയും ഉപ്പും കുരുമുളകും ഒക്കെ ചേർന്നിട്ടുള്ള ആ മിക്സ്ചർ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല സൂപ്പർ ഹെൽത്തിയാണ്. നമ്മുടെ മക്കൾ കഴിക്കുവാണെങ്കിൽ നമ്മൾ ബ്ലെസ്ഡ് ആണ്. കാരണം എന്ന് വെച്ചാൽ അവരും എല്ലാം ബ്ലെസ്ഡ് ആണ്. കാരണം ഈ ഒരു സാധനം, ഈ അവക്കാഡോ എന്ന് പറയുന്ന സാധനം പഞ്ചസാര ഇടാതെ അവരുടെ ഉള്ളിലേക്ക് എത്തിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ മോനും ഇത് ഏകദേശം അവനും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അവന് ഇഷ്ടമായി. അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ പറയണം മക്കളിത് കഴിച്ചോ എന്നൊക്കെ ഉള്ളതൊന്ന് പറയണേ കമൻറ്റ് ചെയ്ത്. ഇവിടെ അവക്കാഡോ മേടിച്ച് കഴിഞ്ഞാൽ ജ്യൂസൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ഞാൻ പാല് ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്തിട്ട് പാലുമായിട്ട് ചേർത്താണ് അവക്കാഡോ ജ്യൂസ് അടിച്ച് കൊടുക്കുന്നത്. പക്ഷേ അപ്പോഴും മോന് നന്നായിട്ട് ഷുഗർ ചേർക്കണം. അപ്പം അതിലും നല്ലത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളൊരു പരീക്ഷണം നടത്തുന്നത്. ഇത് ഏകദേശം ഒരെണ്ണം കഴിച്ച് കിട്ടിക്കഴിഞ്ഞാൽ വയറ് ഫില്ലാവും. അത്രയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് നട്ട്സൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നട്ട്സ്, ഡേറ്റ്സും 2 വാൽനട്ട്സും കൂടെ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഉണ്ടായതുകൊണ്ട് എടുത്തെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് എന്തായാലും ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ എടുത്തത്, അപ്പോൾ ഒരു ഹെൽത്തി ലഞ്ചും കൂടെ ആയാലോ. അങ്ങനെ ഞാൻ എൻ്റെ പയറൊക്കെ കഴുകി വെള്ളത്തിൽ വെച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ടേ. എന്നാൽ പിന്നെ എയർ ഫ്രയർ എന്തായാലും രാവിലെ എടുത്തു. അപ്പോൾ പിന്നെ കുറച്ച് മീനും കൂടി ഇതിനകത്ത് അങ്ങ് പൊരിച്ചാലോ. എണ്ണയ്ക്കൊക്കെ നല്ല വിലയായി വരുന്ന സമയമല്ലേ. പക്ഷേ എണ്ണയ്ക്ക് വിലയിലും കറണ്ട് ബില്ലും ഉണ്ട്. നോക്കിയും കണ്ട് ചെയ്താൽ ഹെൽത്തിയാണ്. ഓക്കെ, അങ്ങനെ ഞാൻ എന്താണ്ടേ മീനൊക്കെ ചെറുതായിട്ട് ഇന്നലെ കട്ട് ചെയ്ത് വെച്ച മീനാണേ. അപ്പോൾ അതും കൂടെ ഒന്ന് എയർ ഫ്രയറിലോട്ടിട്ട് എയർ ഫ്രയറിലോട്ട് മീൻ ഇടുന്ന സമയത്ത് നമ്മൾ കുറച്ച് നാരങ്ങാ നീരും കുറച്ച് എണ്ണയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് അത് അതിൻ്റെ പുറത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാമെങ്കിൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് ഈ എയർ ഫ്രയറിൽ വെക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു രുചി കറക്റ്റായിട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം എണ്ണയിലൊക്കെ പൊരിച്ച് കഴിച്ചവരാണെങ്കിൽ പെട്ടെന്ന് ഈ ഒരു ഇതിനകത്ത് വെച്ചിട്ടുള്ള ഒരു ടേസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഈസി ആയിട്ടൊരു ലഞ്ച് തന്നെ തട്ടിക്കളയാം. അങ്ങനെ ഞാൻ ചമ്മന്തിക്കായിട്ട് നമ്മുടെ സ്വന്തം പച്ചമുളക്, നമ്മുടെ തന്നെ കാന്താരി മുളകൊക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ സ്വന്തം കരിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ പിടിച്ചതെല്ലാം ഇടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. എന്നിട്ട് നല്ലൊരു ചമ്മന്തിയും കൂടെ അങ്ങ് അരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചമ്മന്തിയായി. ഒരു സൈഡിൽ മീൻ വറുക്കുന്നുണ്ട്. ഞാൻ ദാണ്ട് എയർ ഫ്രയർ എടുത്ത് ഒന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ടെമ്പറേച്ചറൊക്കെ നമ്മൾ ചെയ്യുന്ന രീതിക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് നോക്കി വരുമ്പോൾ നിങ്ങൾക്കത് സെറ്റാവും. ഞാനിപ്പം ഒരു മിനിറ്റോ അല്ലെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ കറക്റ്റ് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് സെറ്റാവണമെന്നില്ല. അതുകൊണ്ടാണ് ഞാനതൊന്നും പറയാത്തത്.
കണ്ടോ, ഞാൻ ആ ഒരു ഓയിലും എൻ്റെ ലെമണും കൂടെ മിക്സ് ചെയ്ത ആ ഒരു മിക്സ്ചറാണ് അതിൻ്റെ പുറത്ത് ചെറുതായിട്ടാക്കി കൊടുക്കുന്നത്. അപ്പോഴും നമുക്ക് ആ ഒരു രുചി ഇഷ്ടപ്പെടും. നമ്മൾ ചിക്കൻ വയ്ക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ്. ചിക്കൻ വയ്ക്കുന്ന സമയത്ത് ഇതുപോലെ ആ ഒരു എണ്ണയും കുറച്ച് നാരങ്ങാനീരും അതിൻ്റെ പുറത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ രുചി കുറച്ചുകൂടി ഇഷ്ടപ്പെടും. എൻ്റെ പയറൊക്കെ വെന്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ പയറിൻ്റെ കൂട്ടും കൂടെ അങ്ങ് പെട്ടെന്ന് റെഡിയാക്കി പയർ തോരനായിട്ട് എൻ്റെ ഇൻഡസിൻ്റെ തന്നെ ചീനച്ചട്ടി, അതിനകത്ത് ഞാൻ കുറച്ച് ഓയിലേ ഇന്ന് ഒഴിക്കുന്നുള്ളൂ. ഞാനും വിചാരിച്ചു എന്തായാലും ഇത്രയൊക്കെ അല്ലേ, കുറച്ച് ഹെൽത്തി ആയിട്ട് പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദാണ്ട് ചീനച്ചട്ടിയിൽ കടുകൊക്കെ പൊട്ടിച്ച് പയറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പയർ കുറച്ചൊന്ന് ആ ശകല എണ്ണയിലൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്ത് വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടെ ആ കൂട്ടിലേക്ക് തട്ടി കൊടുക്കാം. അപ്പോഴത്തേക്ക് പയർ തോരന് സെറ്റായി കഴിഞ്ഞു. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ലഞ്ച് ചെയ്യാൻ ഏതമ്മമാർക്കാണ് ഇഷ്ടമല്ലാത്തതല്ലേ? നമ്മളും എപ്പോഴും അടുക്കളയിൽ കിടന്ന് എല്ലാ ദിവസവും ഒരുപോലെ കുക്ക് ചെയ്യുമ്പോൾ നമ്മളും തളരത്തില്ലേ? നമുക്കും ഇടയ്ക്കിടയ്ക്ക് ഒരു ചമ്മന്തിയും പയറുതോരനും ഒക്കെ കഴിക്കാനും വെക്കാനും ഒക്കെ ഒരാഗ്രഹം എല്ലാ അമ്മമാർക്കും വരും. അങ്ങനെതാ ഞാൻ പയറുതോരന് സെറ്റാക്കിയിട്ടുണ്ടേ. ഇവിടെ പയറുതോരൻ, ചമ്മന്തി, ഈ വക ഐറ്റംസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വയറിന് നല്ല സുഖവുക അല്ലേ? കുറച്ച് സിമ്പിളായിട്ടുള്ളൊരു ലഞ്ചും. ഓക്കെ, അങ്ങനെ നമ്മുടെ പയർ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ എയർ ഫ്രയറിൽ ഒന്നും കൂടെ ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കിയ ശേഷം ഓഫ് ചെയ്ത് എയർ ഫ്രയറിൽ നിന്ന് മീൻ എടുത്തിട്ടുണ്ട്. എല്ലാം നല്ല കറക്റ്റ് പരുവത്തിന്, ഞങ്ങളുടെ പരുവത്തിന് അത് റെഡിയായി വന്നിട്ടുണ്ട്. ഒരു പൊടി പോലും എണ്ണയോ ഒന്നുമില്ല. ഇനി എന്താ, ഇനി നല്ല ലഞ്ച് കഴിക്കാം. അത് തന്നെ സെർവ് ചെയ്യാം. ചോറൊക്കെ ഇട്ടിട്ടുണ്ട്, കുറച്ച് പയർ തോരനൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ പയറൊക്കെ കുറച്ച് നല്ല രീതിയിൽ വെന്ത് കുഴഞ്ഞൊക്കെ ഇരിക്കുന്നത് തന്നെയാണ് കേട്ടോ ഇഷ്ടം. പിന്നെ നമ്മുടെ കുറച്ച് മെഴുക്കുരുട്ടി, അത് ഞാൻ മോനായിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് കുറച്ച് പയർ മെഴുക്കുരുട്ടിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നാടൻ ചമ്മന്തിയും, നമ്മുടെ എയർ ഫ്രയറിൽ പൊരിച്ച നല്ല മീൻ ഫ്രൈയും, പിന്നെ അച്ചാറൊന്നും എടുത്തിട്ടില്ല കേട്ടോ. കുറച്ച് ഹെൽത്തി ആയിട്ട് പോവുകയല്ല, അതുകൊണ്ട് അച്ചാർ ഐറ്റംസ് ഒന്നും എടുത്തിട്ടില്ല. പിന്നെ നമ്മുടെ നാടൻ തൈരും ഇതും കൂടെ ആയപ്പോഴത്തേക്കും നമ്മുടെ ലഞ്ച് സെറ്റായിട്ടുണ്ടേ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഒന്ന് അമ്പലത്തിലൊക്കെ പോയി സമാധാനമായിട്ട് ഭഗവാനെയൊക്കെ ഒന്ന് തൊഴുതിട്ട് വന്നു. തിരിച്ചു വന്നപ്പോഴത്തേക്കും ഒരു കുഞ്ഞു വെജിറ്റബിൾ പർച്ചേസ്, കുറച്ച് നാടൻ പയറും കുറച്ച് വെണ്ടയ്ക്കയും തക്കാളിയും അതുപോലെ തന്നെ നാരങ്ങയൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ മേടിച്ചപ്പോൾ തോന്നി നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കണം. നാടൻ പയർ തന്നെയല്ലേ. പിന്നെ പെട്ടെന്ന് തന്നെ ഒരു കുട്ടി ഡിന്നറും കൂടെ അങ്ങ് സെറ്റ് ചെയ്ത് ദോശമാവ് ഇരിപ്പുണ്ടായിരുന്നേ. ദോശയും ചുട്ടി ഇത്തിരി ചമ്മന്തി അരിച്ച് ഇന്നലത്തെ സാമ്പാറുണ്ടായിരുന്നു, അതും ചൂടാക്കി കുറച്ചൊരു മുളകും ഉള്ളിയിട്ടൊരു റെസിപ്പിയും കൂടെ തയ്യാറാക്കി ഞങ്ങൾ നന്നായിട്ട് ഡിന്നറും കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.